In the picture, the small blue triangle is equilateral. The side of the large red triangle are the tangent to the circle of the small triangle at its vertices. തന്നിരിക്കുന്ന ചിത്രത്തിലെ ചെറിയ അഥവാ നീല ത്രികോണം സമഭുജാണ്. അതിന്റെ മൂലകളിലൂടെ പരിവൃത്തത്തിന് വരയ്ക്കുന്ന തൊടുവരകളാണ് വലിയ അഥവാ ചുവന്ന ത്രികോണത്തിന്റെ വശങ്ങൾ. നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ പറയുന്ന ഈ ബ്ലൂ ഉള്ളിലുള്ള ഈ നീല ത്രികോണം സമഭുജ ത്രികോണാണെന്ന് പറയുന്നുണ്ട്. അതിനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. പിന്നെ ആ ത്രികോണം വൃത്തത്തിൽ ടച്ച് ചെയ്യുന്ന പോയിന്റുകളിലൂടെ ഒരു തൊടുവരകൾ വരച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വലിയ ത്രികോണം അഥവാ റെഡ് ട്രയാങ്കിൾ കിട്ടി. വലിയ ത്രികോണം സമഭുജമാണെന്നും അതിന്റെ വശങ്ങൾ ചെറിയ ത്രികോണത്തിന്റെ വശങ്ങളുടെ 2 മടങ്ങാണെന്നും തെളിയിക്കുക. Draw this picture with the side of the small triangle 3 cm. ചെറിയ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം 3 cm ആയി ഈ ചിത്രം വരക്കുക. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. നമുക്ക് ഈ ചുവപ്പ് ഇക്വിലാറ്ററൽ ആണെന്ന് തെളിയിക്കണ്ടേ. എന്നിട്ട് നമുക്ക് ആ എഴുത്തിലോട്ട് പോകാം. അതായത് ഈ നീല ഇക്വിലാറ്ററൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ 60 വരും, ഇവിടെ എത്ര വരും? 60 വരും. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ കോണുകളും 60 ഡിഗ്രിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ അതാണ് ടാൻജന്റും കോഡും തമ്മിൽ വരിക. അപ്പൊ ഇവിടെ 60, ഇവിടെയും 60. ഇവിടെ 60 ആയതുകൊണ്ട് ഈ ടാൻജന്റും കോഡും ഈ ആംഗിൾ 60 ആണല്ലോ. അപ്പൊ ഈ ടാൻജന്റും കോഡും 60 ആയിരിക്കും. ഇനി ഇവിടെ 60 ആയതുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് ഉള്ള ഈ കോഡും ടാൻജന്റും തമ്മിലുള്ള കോൺ അതും എത്രയായിരിക്കും? 60 ആയിരിക്കും. നമുക്ക് റെഡ് ട്രയാങ്കിളിന്റെ ആംഗിൾ ആണ് ഇനി കിട്ടേണ്ടത് കേട്ടോ. നമുക്കറിയാം വൃത്തത്തിന്റെ ഒരു പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് വരക്കുന്ന തൊടുവരകളുടെ നീളം സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയും എടുക്കാം. ഇവിടെ ഒരു ത്രികോണം കിട്ടി നമുക്ക്. ഇതൊരു ത്രികോണമാണല്ലോ. ആ ത്രികോണത്തില് ഒരു മിനിറ്റ്, ഓക്കെ, ആ ത്രികോണത്തിലെ 2 കോൺ 60 ഡിഗ്രിയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ കോൺ എന്താവും? 60 ആവും. ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും. അപ്പൊ ഇവിടെ 60. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ത്രികോണം കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ത്രികോണം കിട്ടും. ആ ത്രികോണത്തിലെ 2 കോൺ 60 ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ കോൺ എന്താവും? 60 ആവും. ഇവിടെ 2 കോൺ 60 ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ കോൺ എന്താവും? 60 ആവും. ഇപ്പൊ നോക്കി, വലിയ റെഡ് ട്രയാങ്കിളിന്റെ 3 കോണും 60 കിട്ടിയില്ലേ? 3 കോൺ 60 വന്നു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, എല്ലാ കോണുകളും ഈക്വൽ ആണ്. അപ്പൊ അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇത് നമുക്കറിയാം PAC, ഈ ചെറിയ ത്രികോണങ്ങൾക്ക് ഞാനൊരു പേര് കൊടുത്തിട്ടോ. PAC എന്ന് പറയുന്ന ട്രയാങ്കിൾ, അതേപോലെ RBC എന്ന് പറയുന്നത്, അതേപോലെ ABQ എന്ന് പറയുന്നത് എല്ലാം ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണങ്ങളാണ്. ഇനി ടേക്ക് വൺ സൈഡ് ഓഫ് സ്മോൾ ട്രയാങ്കിൾ X. ചെറിയ ത്രികോണത്തിന്റെ ഒരു വശത്തിന് ഞാൻ X എന്ന് എടുത്തു, അഥവാ ഇവിടെ X എന്ന് എടുത്തു. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇത് X ആയിരിക്കും. എല്ലാ സൈഡും X ആയിരിക്കും. ഇനി നീല ഇക്വിലാറ്ററൽ ആയതുകൊണ്ട് എല്ലാ സൈഡും X ആണല്ലോ. ഇവിടെയും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ X, ഇവിടെ X. CRB ഇവിടെ പറഞ്ഞിട്ടുണ്ട്. BCR അല്ലെങ്കിൽ CRB എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതേപോലെ തന്നെ ABQ എന്ന് പറഞ്ഞ ഇക്വിലാറ്ററൽ ആണ്. അപ്പൊ ഇവിടെ നീല X ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? X ആയിരിക്കും. ഓക്കെ, അപ്പൊ AB ഈക്വൽ ടു AC ഈക്വൽ ടു BC ഈക്വൽ ടു X എന്ന് എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PA, AQ എന്ന് പറയുന്നതും PA എന്ന് പറയുന്നതും X ആണ്. അവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡുകളാണ്, ഉള്ളിലുള്ളത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇവിടെ X, ഇവിടെ X. അപ്പൊ PQ എന്ന് പറയുന്നത് രണ്ടും കൂട്ടുന്നതിന് തുല്യമാണ്. PQ എന്ന് പറഞ്ഞാൽ PA പ്ലസ് AQ ആണ്. അപ്പൊ X പ്ലസ് X എന്ത് കിട്ടും? 2X കിട്ടും. ഇപ്പൊ നമുക്ക് ഒരു വശം മറ്റേ ചെറിയ ത്രികോണത്തിന്റെ വശത്തിന്റെ 2 മടങ്ങായില്ലേ? ചെറിയ വശത്തിന് X എന്ന് എടുത്തു കഴിഞ്ഞാൽ വലിയ വശം എന്തായിരിക്കും? 2X. The sides of large triangle is double those of the small triangle. ചെറിയ ത്രികോണത്തിന്റെ വശങ്ങളുടെ 2 മടങ്ങാണ് വലിയ ത്രികോണത്തിന്റെ വശങ്ങൾ. ഇനി ഈ ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കാം. 3 സെന്റിമീറ്റർ എടുത്തിട്ട് 60 ഡിഗ്രി വെച്ചാണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കുക. ദെൻ ഇത് നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വരക്കാം കേട്ടോ. പല രീതിയിൽ നമുക്ക് ഈ ട്രയാങ്കിളിന് ഒരു സർക്കിൾ വരച്ചിട്ട് 2 വശത്തിന്റെ എന്ത് ചെയ്താൽ മതി? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക. എന്നിട്ട് ഒരു സർക്കിൾ വരക്കുക. ഇനി ഈ സർക്കിളിന്റെ 3 പോയിന്റ് കൂടെ ഓരോ ടാൻജന്റ് വരച്ചാൽ മതി. അപ്പൊ നമുക്ക് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും വരക്കാം. ഇത് വരച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 60 ഡിഗ്രി വരക്കുക, ഇവിടെ ഒരു 60 ഡിഗ്രി വരക്കുക.
അതേപോലെ ഇവിടെ ഒരു 60 ഡിഗ്രി വരക്കുക, ഇവിടെ ഒരു 60 ഡിഗ്രി വരക്കുക, ഇവിടെ ഒരു 60 വരക്കുക, ഇവിടെ ഒരു 60 വരക്കുക. എന്നിട്ട് അതിനെ ട്രയാങ്കിൾ ആക്കിയിട്ട് കൂട്ടിമുട്ടി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് നമ്മളുടെ ഈ ചിത്രം കിട്ടും. അഥവാ എല്ലാ സൈഡുകളും 3, ചെറിയ ത്രികോണത്തിന് എല്ലാ വശങ്ങളും 3 ആയിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ വലിയ ത്രികോണം എന്തായിരിക്കും? 6 ആയിരിക്കും. ഇരട്ടി എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ വലുതിന്റെ എന്തായിരിക്കും? 6 ആയിരിക്കും.